അതിസമർത്ഥന, വരരുചിയുടെ മകനല്ലേ, മേഴത്തോൾ അഗ്നിഹോത്രിയുടെ സഹോദരനല്ലേ. എന്നിട്ട് പാക്കനാരിങ്ങനെ യാത്ര പോവും. പാക്കനാര് മാറും, ഇങ്ങനെ പോകും. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഇല്ലത്ത് ഒരു വലിയ സദ്യ കഴിഞ്ഞിട്ട് ഭക്ഷണം ബാക്കി വന്നു. അപ്പം വഴിയാത്രക്കാർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ ദൂരെ ഈ കവുങ്ങിൻ്റെ പാളയിൽ വിളമ്പിക്കൊടുത്തു. ദൂരെ പോയി പിന്നെ ആ ഭക്ഷണം കഴിച്ചു. വയറ് നിറഞ്ഞു. വയറ് നിറഞ്ഞപ്പോൾ പാക്കനാർക്ക് ഉറക്ക് വന്നു. ഉറങ്ങാനൊരു ഇടമില്ല. ഇയാൾക്ക് വീടില്ല. മരച്ചുവട്ടിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ വന്യമൃഗങ്ങളുള്ള കാടിനരികിലാണ്. പിടിച്ചു തിന്നു. അപ്പോൾ എന്തു ചെയ്യും? അയാളിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് പൂജാരി തിരിച്ചു വീട്ടിലേക്ക് പോയി. ഇനി സന്ധ്യാപൂജയ്ക്കേ വരൂ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ അതുവരെ വെറുതെ വെക്കുകയല്ലേ. പാക്കനാര് അന്ന് ക്ഷേത്രത്തിൽ സ്വർണ്ണമില്ലാത്തത് കൊണ്ടും അന്ന് പോറ്റിമാരില്ലാത്തത് കൊണ്ടും ഈ അതിൻ്റെ വാതിൽ അടച്ചിരുന്നില്ല. അന്ന് പൂട്ടാറുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അന്ന് സ്വർണമില്ലാത്തത് കൊണ്ടും പോറ്റിമാരില്ലാത്തത് കൊണ്ടും എന്താണെന്ന് മനസ്സിലായില്ലേ? പൂട്ടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം അത് തുറന്ന് അതിനകത്ത് കയറി കിടന്നു. കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ നമ്മളും പ്രധാനമന്ത്രിയല്ല ഒരുപോലെയല്ലേ? ഉറങ്ങുമ്പോൾ നമ്മളും പ്രധാനമന്ത്രിയല്ല ഒരുപോലെയാ. പ്രധാനമന്ത്രി നല്ല ഗമയിൽ ഉറക്കം തൂങ്ങുകയും നമ്മൾ ലോ ക്ലാസ് ആയിട്ട് ഉറക്കം തൂങ്ങുകയില്ലല്ലോ. ഇയാൾ ഉറക്കത്ത് ചില ശീലമുണ്ട്. നമ്മൾ ഉറക്കത്ത് എവിടെ പോയാലും നമ്മൾ ശീലിച്ചതേ പാലിക്കും. ചില ആൾ കാലെടുത്ത് അടുത്തുള്ള ആളെ മേലെ വെക്കുമല്ലോ. ഇയാൾ കാലെടുത്ത് ഉയർത്തി വെക്കും. അടുത്താരും ഇല്ലാത്തതുകൊണ്ട് കാലെടുത്ത് ഉയർത്തി അവിടെ വെച്ചു. സന്ധ്യാപൂജക്ക് പൂജാരി വന്ന് വാതിൽ തുറന്നപ്പോൾ വിഗ്രഹത്തിൻ്റെ തലയിലാണ് കാല് വെച്ച്. ആര്? പാക്കനാര്. പൂജാരി നാട്ടുകാരോട് വിവരം പറഞ്ഞു. ദൈവത്തിൻ്റെ തലയിൽ കാല് വെച്ചിട്ട് ഒരു താണജാതിക്കാരൻ ഉറങ്ങുന്നോ? അവനെ അടിച്ചു കൊല്ലണം. നാടടങ്കം വടിയും കുന്തവുമായിട്ടടുത്തു. ശ്രീകോവിലിൻ്റെ അകത്ത് ഉറങ്ങുന്ന ഒരാൾ കയറി നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. മഹാമാന്ത്രികനായ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ സഹോദരനാണ്. കാരക്കൽ അമ്മയുടെ ദൈവത്തെ വിളിച്ചുണർത്തിയ തിരുവരങ്ങത്തു പാണനാരുടെ പെരുന്തച്ചൻ്റെ ഉപ്പുകുറ്റൻ്റെ അല്ലേ സഹോദരനാ. അതുകൊണ്ട് അടുക്കാൻ പേടി, ഇദ്ദേഹത്തോട് പറയാൻ പേടി. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം അവിടെ ഒരു ഇല്ലത്തെ നമ്പൂതിരിയുടെ ശിഷ്യനാണ്, അയാളെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ വന്നു, അകത്ത് കയറി പാക്കനാരേ എന്ന് വിളിച്ചു. പാക്കനാര് കണ്ണു തുറന്നു. എന്താ കഥ? ദൈവത്തിൻ്റെ തലയിലാണോ കാല് വെച്ച്? അപ്പോൾ ഉടൻ തന്നെ പാക്കനാര് പറഞ്ഞു, തിരുമേനി ക്ഷമിക്കണം, ഞാനിപ്പോൾ തന്നെ കാല് മാറ്റാം. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എന്നെ പഠിപ്പിച്ചത് ഈശാവാസ്യ ഉപനിഷത്തല്ലേ? ദൈവമില്ലാത്ത ഒരിടമില്ലെന്നല്ലേ? അപ്പോൾ ഞാൻ കാല് മാറ്റി വെക്കേണ്ട ദൈവമില്ലാത്ത ആ ഇടം കാണിച്ചു തരൂ. ദൈവമില്ലാത്തിടത്ത് ദൈവത്തിൻ്റെ മേലെ കാല് വെക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞേ? ദൈവം ഇല്ലാത്തൊരിടം കാണിച്ചു തരൂ തിരുമേനി എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പാക്കനാരെ നമസ്കരിച്ചു എന്നൊരു കഥയുണ്ട്. മനസ്സിലായോ? പാക്കനാരെ നമസ്കരിച്ചു. അതാണ് ഈശാവാസ്യ ഉപനിഷത്ത്. ദൈവമില്ലാത്ത ഒരിടമില്ല, എല്ലാറ്റിലും ദൈവമുണ്ട്.